Hi, hello, welcome to IAS Factors Turbo. ടു യു പി എസ് സി 2026 വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമാണ് നമ്മുടെ ടർബോ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും ഒരുപാട് കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് 2026 അപ്പിയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ജൂൺ മുതൽ ഏകദേശം ടു ബി പ്രിസൈസ് ജൂൺ 2025 തൊട്ട് ഇനി വരാൻ പോകുന്ന ഏപ്രിൽ വരെ ലാസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് വളരെയധികം റെലവെൻ്റ് ആയിട്ട് പ്രിലിംസിന് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് യു പി എസ് സിയുടെ ഒരു രീതി ഇങ്ങനെയാണ്. സോ ഇതിനകത്ത് നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് വി ആർ ഫോളോയിങ് എ തീം റേഡിയസ് അപ്രോച്ച്. ദാറ്റ് മീൻസ് വി നീഡ് ടു നോ ദ സ്റ്റോറി പ്ലസ് വി നീഡ് ടു ഗെറ്റ് ദ ഫാക്ട്സ്. ഈ തീം റേഡിയസ് എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും 100% ഓഫ് യു പി എസ് സിയുടെ ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. എത്ര പഠിച്ചാലും നമുക്ക് അത്രയും കോണ്ടന്റ് ബാക്കിയുണ്ടാവും. സോ അതിനുവേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ് തീം റേഡിയസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു ടോപ്പിക്ക് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുക, ആ ടോപ്പിക്സ് നിന്ന് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ആ ഒരു റേഡിയസ് മാത്രം നമുക്ക് എക്സാമിൽ നോക്കാൻ പറ്റണം. എല്ലാ ടോപ്പിക്സിനെ കുറിച്ചിട്ടും ഏകദേശം ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ് ആ ഇഷ്യൂ, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, പ്ലസ് പ്രധാനപ്പെട്ട കുറച്ച് ഫാക്റ്റുകളും. ബിക്കോസ് യു നോ വൈ സ്റ്റോറി ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ടോപ്പിക്സിൻ്റെയും സ്റ്റോറി എപ്പോഴും ഫാക്ട്സ് ആണെന്ന് മാത്രം വിചാരിക്കരുത്. ദാറ്റ്സ് എ മിസ്കോൺസെപ്ഷൻ. ഫാക്ട്സ് കൊണ്ട് മാത്രം നമുക്ക് എല്ലാ ക്വസ്റ്റനും കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദാറ്റ്സ് വൈ ആ ടോപ്പിക് എന്താണെന്നും വളരെ ക്രിസ്പായിട്ട് അതിൻ്റെ വൈ, വാട്ട്, വെൻ, ഹൗ തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവണം. അതാണ് ഇതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീം റേഡിയസ് അപ്രോച്ച് ആയിരിക്കും നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള സെഷൻസിൽ ഇതേ ഒരു മോഡായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഓക്കെ, ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് മീ അർജുൻ ആർ ശങ്കർ. കുറേ പേർക്ക് ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ സ്റ്റുഡൻസിനോടെല്ലാം ഐ എം അർജുൻ ആർ ശങ്കർ. ഐ ബീൻ ടീച്ചിങ് for UPSC since the last 15 years across India, and I am an author of a history book. You can take a look at that. And I am also a journalist, also a columnist in Deccan Chronicle and Asian Age. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യത്തെ സെഷൻ ആയതുകൊണ്ടാണ്. സോ ഇതിൽ പറഞ്ഞ പോലെ 100% കോണ്ടന്റ് എന്തായാലും കവർ ചെയ്യാൻ പറ്റില്ല. സോ മാക്സിമം പോയിന്റ് നമ്മൾ കവർ ചെയ്യും. ഇതിൽ വേറെ കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന കുറച്ച് ടോപ്പിക്കുകളും, പ്രത്യേകിച്ച് എഡിറ്റോറിയലൊന്നും ഇനി ആരും വായിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും എഡിറ്റോറിയൽസിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രിലിംസിന് വേണ്ടിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതെല്ലാം കൃത്യമായിട്ട് PDF ആയിട്ട് ഞാൻ കൃത്യമായിട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് തരാം. സോ ദാറ്റ് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ലൈഡ്സും കിട്ടും. PDF എന്ന രീതിയിൽ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വായിച്ചെടുത്താൽ വളരെ ക്രിസ്പായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ജനറൽ ഐഡിയ ഓഫ് ഹൗ വി ആർ ഗോയിങ് ടു ലേൺ. നമ്മുടെ സോഴ്സ് പ്ലാറ്റർ എന്ന് പറയാൻ കാരണം എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഹിന്ദു ആൻഡ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ മിസ്സായിട്ടുള്ള പേടിക്കേണ്ട. വിൽ ആക്ച്വലി കവർ ഓൾ ദിസ്. ഈ സെഷൻസ് എല്ലാം ഇങ്ങനെ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഗോൾഡ് മൈൻ ഓഫ് UPSC അക്കോർഡിംഗ് ടു മീ, ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ദിസ്. PIB ഇസ് ദ ഗോൾഡ് മൈൻ. അത്രയ്ക്കധികം ഗവൺമെന്റിന്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ലൈവ് മിന്റ് ഇസ് ഓൾസോ വെരി ഗുഡ് സോഴ്സ്. പിന്നെ എൻവയോൺമെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എല്ലാം ഡൗൺ ടു എർത്ത് സയൻസ് റിപ്പോർട്ട്, എക്കണോമി ആസ്പെക്ട്സ് എല്ലാം, ബിസിനസ് ലൈനും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇതിനകത്ത് സോഴ്സിൽ കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ജനറൽ സോഴ്സ് ദാറ്റ് വി ആർ ബ്രിങ്ങിങ് ഇൻ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് ഇന്നത്തെ കോണ്ടന്റിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, വാട്ട് ഈസ് ഹോങ്കോങ് ഇന്റർനാഷണൽ കൺവെൻഷൻ HKC. എല്ലാം പത്രത്തിലുള്ളതാണ്. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ഐ ഷോ യു ദ സ്ക്രീൻഷോട്ട് വൈ ദ ന്യൂസ് കെയിം ഇൻ ദ ന്യൂസ് പേപ്പർ. അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത്, വാട്ട് ഈസ് എൻ IES, ഇന്ത്യൻ എനർജി സ്റ്റാക്ക് എന്താണ്, വാട്ട് ഈസ് RUP, registered unrecognized political parties in India, and what is the concept of CRVS and Bangkok Conference. എന്താണ് പുതിയ ഇൻഡസിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് ലഖപൂർ, ഗുജറാത്തിൽ. ഇതിൽ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് പ്രഭാസ് പോട്ടറി. ബാഹുബലിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവുക. ദർ ഇസ് സംതിങ് കോൾഡ് എസ് പ്രഭാസ് പോട്ടറി. അങ്ങനെ ഒരു നമ്മൾ NBPW, PGW, പെയിന്റഡ് ഗ്രേവെയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വി ഹാവ് സംതിങ് കോൾഡ് പ്രഭാസ് പോട്ടറി ഫ്രം ഗുജറാത്ത്. വാട്ട് ഈസ് ദിസ്? സരിസ്ക ടൈഗർ റിസർവ്. ഇങ്ങനത്തെ ടോപ്പിക്സ് എല്ലാം എപ്പോഴും UPSC ചോദിക്കുന്നതാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി, ടൈഗർ റിസർവ്, ദിസ് ഇസ് ഇൻ ന്യൂസ്. ആൻഡ് വാട്ട് ഇസ് സിലിക്ക ജെൽ ഡെസിക്കൻറ്റ്. എന്താണ് ഈ സിലിക്ക ജെല്ല്? പിന്നെ മലി മഹാദേശ്വര ഹിൽസ്, ഇവിടെയും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അഗെയിൻ ഇൻ ദ ന്യൂസ്. എന്താണ് കൂളിംഗ് ഗൈഡ് ലൈൻസ് 2025 UNEPയുടെ? എന്താണ് ഈ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന NDC എന്ന് പറഞ്ഞ ടോപ്പിക് ഫ്രം എൻവയോൺമെന്റ്. അതിനകത്ത് എന്താണ് ഈ കൂളിംഗ് ഗൈഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്? ആൻഡ് വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് സീറോ ഡോസ് ചിൽഡ്രൻ. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളെല്ലാം ഇതായിരിക്കും. ഓക്കെ, സോ ഫെയർ എനഫ്, ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആദ്യം നമുക്ക് ഹോങ്കോങ് കൺവെൻഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോളൂ.
ദ ന്യൂ ഷിപ്പ് റീസൈക്ലിംഗ് റൂൾസ് കിക്ക് ഇൻ ആസ് ഇന്ത്യ അലൈൻസ് വിത്ത് ഹോങ്കോങ് കൺവെൻഷൻ. എന്താണ് ഈ HKC? കുറേ ന്യൂസുകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഹോങ്കോങ് കൺവെൻഷൻ എന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ബിഫോർ വി ഗോ, എ ക്വിക്ക് നറേറ്റീവ്. എന്താണ് ഹോങ്കോങ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഷിപ്പ് എന്ന് പറയുന്ന സംഭവം, ഷിപ്പിന്റെ റീസൈക്ലിംഗ് ഇസ് ഞാൻ വളരെ ക്വിക്കായിട്ട് പറയാം. ഷിപ്പ് എങ്ങനെ റീസൈക്കിൾ ചെയ്യപ്പെടും, ഹൗ ആർ യു ഗോയിങ് ടു റീസൈക്കിൾ ഇറ്റ്, അല്ലെങ്കിൽ ഷിപ്പ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കപ്പലുകൾ, ടാങ്കറുകൾ, വലിയ ഓയിൽ ടാങ്കറുകൾ, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്, റീസൈക്കിൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം അങ്ങനെ വെറുതെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഡാമേജ് ദി എക്കോസിസ്റ്റം. സോ തോന്നിയ പോലെ യു കനോട്ട് ഡു എ തിങ് റാൻഡംലി. ദർ ഇസ് എ കൺവെൻഷൻ ഫോർ ദാറ്റ്. ഈ ഷിപ്പിന്റെ റീസൈക്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്ന ഒരു കൺവെൻഷനാണ് ഹോങ്കോങ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സ്റ്റോറി പാർട്ട്. എന്തിനാണ്? അപ്പോൾ ഇത് ഇന്ത്യയിൽ എവിടെയാണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഗുജറാത്തിൽ അലാങ് എന്നൊരു സ്ഥലമുണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ്, നമ്മൾ എങ്ങനെയാണ് ഷിപ്പ് ബിൽഡിംഗ് ചെയ്യുന്നത്, ബീച്ച് മെത്തേഡ്, വളരെ ക്രിസ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിൽ ആക്ച്വലി ഗെറ്റ് ഫ്രം ദിസ്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ദ പോയിന്റ്സ്. ഇനി ആവശ്യമുള്ള പോയിന്റുകളാണ്. HKC എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി IMO, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. HKC വർക്ക്സ് അണ്ടർ ദ മാൻഡേറ്റ് ഓഫ് IMO. യെസ്, ഇറ്റ്സ് ട്രൂ. എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യപ്പെടണം, റീസൈക്കിൾ ചെയ്യണം വളരെ സേഫ് ആയിട്ട്. 2005 വന്ന ഒരു കൺവെൻഷനാണിത്. ഇതൊരുപാട്, ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഒരുപാട് വർക്കേഴ്സിന്റെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ കെയർ വെരി റെസ്പോൺസിബിളി. സോ ടേക്കിംഗ് കെയർ ഇറ്റ് റെസ്പോൺസിബിളി ഇസ് ദ കീ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ ദിസ്. അതിന് വേണ്ടിയാണ് ഈ ഹോങ്കോങ് കൺവെൻഷൻ മെയിൻലി വരുന്നത്. IMO ഓർത്ത് വെക്കുക. കാരണം ഇത് മര്യാദയ്ക്ക് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഹസാർഡസ് മെറ്റീരിയൽസ്, ആസ്ബസ്റ്റോസ്, ഹെവി മെറ്റൽസ്, ഓയിൽ റെസിഡ്യൂ, ഇതെല്ലാം വെള്ളത്തിൽ പോകാം, പിന്നീട് എക്കോസിസ്റ്റത്തിന് ഡാമേജ് ചെയ്യാം. അതുകൊണ്ട് എല്ലാ ഷിപ്പിലും യു നീഡ് ടു ഹാവ് എൻ IHM. എല്ലാ ഷിപ്പിലും ഇൻവെന്ററി ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ്, ഇതൊരു ലിസ്റ്റാണ്. നമ്മുടെ ഷിപ്പിനകത്ത് എന്തൊക്കെ ഹസാർഡസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഭാവിയിൽ അത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്ന, റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത്, ഇത് ചെയ്യുന്ന സമയത്ത്, ഡിസ്മാൻഡിൽ ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു ഹാവ് എ ക്ലാരിറ്റി. അതാണ് ഈ IHM എന്ന് പറയുന്നത്. അത് ക്യാരി ചെയ്യണം. പിന്നെ ഒരു പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഷിപ്പ് എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്യണം, ഇതിനു വേണ്ടിയുള്ള ഓഥറൈസ്ഡ് ആയിട്ടുള്ള റീസൈക്ലിംഗ് യാർഡുകളുണ്ട്. അവിടെ മാത്രമേ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്കോസിസ്റ്റം ആംഗിൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഇന്ത്യ ഇസ് അക്കൗണ്ടിങ് ടു 30 to 35% ഓഫ് ദ ഗ്ലോബൽ ഷിപ്പിംഗ്. ഇന്ത്യ വലിയ കോമ്പറ്റീഷൻ കൊടുക്കുന്നത് ഇറ്റ്സ് വിത്ത് ബാംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ അത്യാവശ്യം വെസൽസ്, ഓയിൽ ടാങ്കേഴ്സ്, ബൾക്ക് കാരിയേഴ്സ്, കണ്ടെയ്നർ ഷിപ്സ് എല്ലാം ഇന്ത്യൻ ഷോസിൽ ചെയ്യാറുണ്ട്. ഇവിടെ ഗുജറാത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥലം അലാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് ബ്രേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇനി അവിടെ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇന്ത്യയിലുള്ളത് അലാങ് സോസിയ എന്ന് പറയുന്ന ദ വേൾഡ്സ് ലാർജസ്റ്റ് റീസൈക്ലിംഗ് യാർഡാണ്. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് റീസൈക്ലിംഗ് യാർഡാണ്. അതും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് ഖമ്പത്ത് ഗുജറാത്തിലാണ്. 120ഓളം പ്ലോട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബീച്ചിങ് മെത്തേഡാണ്, വിച്ച് ഇസ് വെരി കോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്. മെനി പീപ്പിൾ പ്രിഫർ ദാറ്റ്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയിലെ സ്ഥലം അലാങ് സോസിയ. ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഹോങ്കോങ് കൺവെൻഷൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തീം റേഡിയസ് രീതിയിലാണ് പഠിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് കഥയൊന്നുമില്ല. പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നോ അബൌട്ട് അലാങ് സോസിയ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇറ്റ്സ് കോൾഡ് എനർജി സ്റ്റാക്ക്. കണ്ടോ, പത്രങ്ങൾ വന്ന് പവർ മിനിസ്ട്രി ഹോൾഡ് സെക്കൻഡ് മീറ്റിംഗ് ഓൺ എനർജി സ്റ്റാക്ക്, സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ഇന്ത്യൻ എനർജി സ്റ്റാക്സ്, സ്ട്രാറ്റജി, ആർക്കിടെക്ചർ, ഡോക്യുമെന്റ്സ്. അപ്പോൾ എന്താണ് ഈ ഇന്ത്യ എനർജി സ്റ്റാക്ക് എന്ന് പറയുന്നത്? ഒരു പുതിയ കോൺസെപ്റ്റാണ്. നമുക്ക് രവി എന്ന് പറയുന്ന ഒരാളുടെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ പടം എത്തുന്നതിന് മുമ്പ് വിൽ ജസ്റ്റ് നറേറ്റ് ദ ഹോൾ സ്റ്റോറി ക്വിക്ക്ലി. ഇതിൽ ഒരു കഥാപാത്രത്തിന്റെ പേര് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാജിൻ, നമ്മുടെ വീട്ടിൽ നമ്മളിവിടെ താമസിക്കുകയാണ്. വി ആർ സ്റ്റേയിങ് ആൻഡ് അവർ പേഴ്സൺ ഇസ് കോൾഡ് എ. നമ്മുടെ വീട്ടിൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് ബില്ല് വരുന്നുണ്ട്. ചിലപ്പോൾ പവർ കട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ യൂണിറ്റ് ഒക്കെ കുറച്ചോ ഇല്ലയോ നമുക്ക് ഗവൺമെൻറ് സബ്സിഡി തരുന്നുണ്ട്. സോളാർ പവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ശരിക്കും ബില്ല് വരുന്ന സമയത്ത്, അൾട്ടിമേറ്റ്ലി ബില്ല് വരുന്ന സമയത്ത് എക്സ് എമൗണ്ട് ഓഫ് മണി വന്നു എന്ന് പറയുമ്പോൾ ശരിക്കും എത്ര യൂണിറ്റ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇത് ശരിക്കും ഞാൻ ഉപയോഗിച്ചതാണോ അതോ വെറുതെ ബില്ല് വന്നതാണോ? ഒരുപാട് ആൾക്കാർക്കെങ്കിലും അങ്ങനെ പരാതി ഉണ്ടാവും. ഇങ്ങനത്തെ പരാതിയുള്ള, നമ്മൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കണ്ട, ലോഡ് ഷെഡിങ്ങും പവർ കട്ട്സ് ഒക്കെ ഇപ്പോൾ കുറവാണ്. ലുക്ക് അറ്റ് ദി ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഫ്രം എ ലാർജർ പിക്ചർ. പ്രോപ്പർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലിൽ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ സോളാർ പവർ ഉപയോഗിക്കുന്നതിൻ്റെ
അത് കുറച്ചിട്ടാണോ ബില്ല് വന്നത്, അല്ല അതിൻ്റെ മുകളിൽ കൂടെ ബില്ല് വന്നു, ഇതെല്ലാം എങ്ങനെയാണ് ട്രാക്ക് ചെയ്യപ്പെടുന്നത്? ദർ ഇസ് നത്തിങ് ഹിയർ എക്സാക്ട്ലി ടു ട്രാക്ക് ദിസ്. ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്ത്യൻ എനർജി സ്റ്റാക്ക് എന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. രവി എന്ന് പറയുന്ന ആൾ ബില്ല് കിട്ടുന്നു, അയാൾ എത്ര പവർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് സോളാർ പവർ ഉപയോഗിച്ചെന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ, അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഡിസ്കോം എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ റെക്കോർഡ്സ് ഉണ്ട്, ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ കുറച്ചിരുന്നോ, പവർ കട്ട് ഹാപ്പൻ ചെയ്തു, അതിൻ്റെ ഒരു മൈനസ് അഡ്ജസ്റ്റ്മെന്റിൽ വരുത്തിയിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷനും നമുക്കില്ല. നമുക്കിങ്ങനെ ബില്ല് വരും, നമ്മൾ അടയ്ക്കുന്ന പറയുന്നല്ലാതെ ഇന്ത്യൻ എനർജി സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം പോലെ ദിസ് ഈസ് ഗോയിങ് ടു ബി എ പവറിന്റെ ഒരു ഇലക്ട്രിക് സിസ്റ്റമാണ്, ഒരു പ്രോപ്പർ സിസ്റ്റം വരാൻ പോവാണ്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇനി യുണീക്ക് ഐ ഡി കിട്ടും, ഡേറ്റ ഷെയറിങ് കിട്ടും. നോക്കിയാൽ മതി. ഇനി കൃത്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇയാളുടെ ലൈഫ്, ഇത് എനർജി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ നെർവസ് സിസ്റ്റമാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇതിനെക്കാട്ടും കൂടുതൽ ആധാരം UPI ഒക്കെ പോലെ തന്നെ ഐ ജസ്റ്റ് ഗിവ് യു കുറച്ചുകൂടെ ബെറ്റർ എക്സാമ്പിൾ തരാം. IS വന്നു കഴിഞ്ഞാൽ ഒരു നെർവസ് സിസ്റ്റം പോലെയാണ്, ഡിജിറ്റൽ നെർവസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ ഇനി മുതൽ മൊബൈലിൽ കൃത്യമായി നമ്മുടെ ആപ്പിൻ്റെ നമ്മുടെ യൂസേജ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. കൺസംഷൻ അവർ ബൈ അവർ നമ്മുടെ ഫോണിൽ കിട്ടും. ഇനി സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എക്സസ് പവർ ഉണ്ടോ, അതെങ്ങനെ എത്തി എന്നുള്ളതെല്ലാം സെപ്പറേറ്റ് കാണിക്കും. സബ്സിഡീസ് ഒക്കെ വന്നോ ഇല്ലെന്നുള്ള കൃത്യമായിട്ട് ആ ട്രാക്കിൽ കാണാൻ പറ്റും. പവർ കട്ട്സ് ഡിറ്റക്ട് ചെയ്യും, അതിൻ്റെ എക്സ്ട്രാ സംഭവങ്ങൾ മൈനസ് ചെയ്യാം. ഇലക്ട്രിസിറ്റി പ്രൈസസും കോസ്റ്റ്ലി ചീപ്പറായി മാറും. കാരണം രാത്രി ചീപ്പറാണ്, രാത്രി ഉപയോഗം കുറവാണെങ്കിൽ ചീപ്പറാവും, കോസ്റ്റ്ലി എന്ന് പറയുന്ന പീക്ക് സമയത്ത് കൂടും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ത്യൻ എനർജി സ്റ്റാക്ക് എന്ന് പറയുന്നത്. പുട്ടിങ് ഇറ്റ് വെരി സിംപ്ലി, ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ആധാർ ഗിവ്സ് എ ഡിജിറ്റൽ ഐഡന്റിറ്റി, UPI കൊടുക്കുന്ന ഒരു പേയ്മെന്റ് പോലെ തന്നെ ഇതൊരു കോമൺ ഡിജിറ്റൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഇന്ത്യ എനർജി സ്റ്റാക്ക് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇനി മേ ബി ഗെറ്റ് വൺ മോർ എക്സാമ്പിൾ ഫ്രം ദിസ്. ഇതൊരു DPI ആണ്, കാരണം ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് മെയിൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് പരീക്ഷയ്ക്ക് പ്രിലിംസിന് ചിലപ്പോൾ കഥ ആയിരിക്കില്ലല്ലോ, ഇങ്ങനെയായിരിക്കും ചോദിക്കേണ്ടത്. വിറ്റ് ഇസ് എ DPI, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് പവർ സെക്ടറിന് വേണ്ടി. പവർ മിനിസ്ട്രി ആണ് ലോഞ്ച് ചെയ്യുന്നത്. ആധാറും UPIയും പോലെ തന്നെ ഇനി എനർജിയും സ്റ്റാക്കും നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം എന്ന് പറയുന്നൊരു സംഭവമാണിത്. എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺസ്യൂമറിനും ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാവും. നമ്മുടെ എനർജി ട്രാൻസാക്ഷൻ ഒരു ഡിജിറ്റൽ യുണീക്ക് ID പോലെ ഉണ്ടാവും. ആധാറും ട്രാൻസാക്ഷൻ ID ഒക്കെ ഉള്ള പോലെ തന്നെ നമുക്കൊരു യുണീക്ക് ID ഉണ്ടാവും. ഇതിൻ്റെ ഈ ആപ്പിൻ്റെ ഒക്കെ API ഓപ്പൺ ആണ്. സ്റ്റാർട്ടപ്സിനും തേർഡ് പാർട്ടി ആൾക്കാർക്കെല്ലാം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് ഡേറ്റ കിട്ടും. പിന്നെ എനർജി ഡേറ്റ എല്ലാം കറക്റ്റ് ആണ്. കൃത്യമായിട്ട് ദർ ഇസ് സംതിങ് കോൾഡ് UIP, യൂട്ടിലിറ്റി ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു ഇത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് അവരുടെ ലോസ് മാനേജ് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതാണ് ഈ UIP എന്ന് പറയുന്നത്, യൂട്ടിലിറ്റി ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം. മൊത്തത്തിൽ ആപ്പിലുള്ള ഒരു ഇൻ്റർഫേസിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇതാണ് മൊത്തത്തിൽ ഇന്ത്യ എനർജി സ്റ്റാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത്ര തന്നെയുള്ളൂ. അത് കൂടുതൽ ഇനിയിപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും നിങ്ങൾക്ക്, ഐ ഹോപ്പ് യു ഗോട്ട് ദ സ്റ്റോറി പ്ലസ് ഫാക്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി, എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ഇഫ് യു നോ ദിസ് പെർസ്പെക്റ്റീവ് ക്ലിയർലി യു ക്യാൻ ഈസിലി വർക്ക് ഇറ്റ് ഔട്ട്. അതാണല്ലോ പ്രിലിംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് യു നീഡ് ടു ഹാവ് ദാറ്റ് ലോജിക്. ഈ ലോജിക് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. Now let's move on from polity governance. What is the concept of RUPs, registered unrecognized political parties? ഇവിടെ എന്താണ് 476 രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്. എന്തോരം ഗവൺമെന്റിന്റെ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. D-list 474 രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ phase 2. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. നമുക്കിവിടെ ഡെഫിനറ്റ്ലി മനസ്സിലാക്കേണ്ടത് ദർ ഇസ് സംതിങ് കോൾഡ് സ്റ്റേറ്റ് പാർട്ടീസ് ആൻഡ് ദർ ഇസ് ഓൾസോ കോൾഡ് നാഷണൽ പാർട്ടി. സോ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ പൊളിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദർ ഇസ് എ പാർട്ടി കോൾഡ് X. How do you say that this is a state party and this is a national party? അതെങ്ങനെ പറയാൻ പറ്റുക? There is a criteria for that. ഇന്ത്യയിൽ പറയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ there are a lot of parties. ഇവരെല്ലാം RPA, റെപ്രസെന്റേഷൻ പീപ്പിൾസ് ആക്ട് ഇത് വഴി രജിസ്റ്റർ ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയാണ്. PP ആണെങ്കിൽ പോലും 2019 ശേഷം, അതിൽ പറയുന്നുണ്ട് 2019 ശേഷം ഈ പാർട്ടി ഒന്നും ആക്റ്റീവ് അല്ല. അവർക്ക് ഓഫീസ് ഇല്ല, ഒന്നുമില്ല, വെറുതെ റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, പല പേരിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ദേ ആർ നോട്ട് ആക്റ്റീവ്. ഇവർ ആക്റ്റീവ് ആവാത്തതുകൊണ്ടല്ല പ്രശ്നം. ഈ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ ടാക്സ് എക്സംഷൻ ഉണ്ട്, ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രൽ സിസ്റ്റത്തിന് നല്ലൊരു രീതിയല്ല.
അങ്ങനെ തോന്നിയ പോലെ ഫണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് തെറ്റായ രീതിയിൽ മണി ഉപയോഗിക്കപ്പെടുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അൺരജിസ്റ്റേർഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ടീസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ജനറൽ സ്റ്റോറി. അവർ പ്രവർത്തിക്കുന്നുണ്ടല്ല, വി നീഡ് ടു ഫൈൻഡ് ദം, വി നീഡ് ടു ഡീലിസ്റ്റ് ദം. അവരെ ഡീലിസ്റ്റ് ചെയ്യണം, കാരണം അനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സംഭവങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. സോ സ്റ്റാർട്ടഡ് ഡീലിസ്റ്റിംഗ് 345 പൊളിറ്റിക്കൽ പാർട്ടി. അവർ ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാറേ ഇല്ല 2019 ശേഷം. ഫിസിക്കലി അൺട്രേസബിൾ ആണ്, ഓഫീസ് ഇല്ല, ആക്ടിവിറ്റി ഇല്ല, ഒന്നുമില്ല. സോ ബട്ട് ദേ ആർ ഓൾ റെപ്രസെന്റഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 29A RPA ആക്ട് 1951 അനുസരിച്ച് ഇവരെല്ലാം രജിസ്റ്റേർഡ് ആണ്. പക്ഷേ ഒരു സ്റ്റേറ്റ് പാർട്ടിയോ റീജിയണൽ നാഷണൽ പാർട്ടിയോ ഒന്നുമല്ല, വെറുതെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് കൺസേൺ. സോ എന്താണ് ഇവർ ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് എക്സംഷൻ കിട്ടും. 113A ഓഫ് ദി ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് ഓൾ ഓഫ് ദം വിൽ ഗെറ്റ് എൻ എക്സംഷൻ. അങ്ങനെ ഒരു എക്സംഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഡൊണേഷൻസ് വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ ലാർജ് സ്കെയിൽ മിസ്യൂസ് സംഭവിക്കും. അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് വെരി ക്ലിയർ. ഇത്ര തന്നെയാണ്. ഇനി എങ്ങനെയാണ് സ്റ്റേറ്റ് പാർട്ടി ആവുന്നത്? കാരണം ഇത് അതിലേക്ക് പോകുന്നതിന് സ്കെയിൽ ഓഫ് പ്രോബ്ലം കണ്ടോ? ഇന്ത്യയിൽ ഏകദേശം 2025 2800 പാർട്ടീസ് ഉണ്ട് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് കിടക്കുന്നത്. അത് പണ്ട് 1000 ആയിരുന്നു, ഇന്ന് 2000ലേക്ക് കടന്നിട്ടുണ്ട്. 97% ഓഫ് രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് അൺറെക്കഗ്നൈസ്ഡ്. ഇവരെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആരും ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാറുമില്ല. സോ ഇതാണ് ഇതുവരെയുള്ള കഥ. ഇനി സ്റ്റേറ്റ് പാർട്ടി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അത് നിങ്ങൾ സമാധാനമായിട്ട് വായിക്കണം. ഞാനിത് ഓരോന്നായിട്ട് പഠിക്കുന്നില്ല. മേ ബി യു ക്യാൻ ജസ്റ്റ് പോസ് ഇറ്റ് ആൻഡ് ലേൺ ഇറ്റ്. കാരണം ഇത് പല ക്രൈറ്റീരിയ പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ് പാർട്ടി ആവണമെങ്കിൽ. ഉദാഹരണത്തിന് 6% വോട്ട് കിട്ടണം, 2 അസംബ്ലി സീറ്റും ജയിക്കണം. ഒരു പാർട്ടി ടോട്ടൽ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ട് അസംബ്ലി ഇലക്ഷന് കിട്ടുകയാണ്, 2 MLA സീറ്റെങ്കിലും ജയിക്കുകയാണെങ്കിൽ അതൊരു റെക്കഗ്നൈസ് സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് വേണമെങ്കിൽ 2 പേരെങ്കിലും ജയിച്ചു. അല്ലെങ്കിൽ 6% വോട്ട് പോൾ ചെയ്തു, ഒരു ലോക്സഭാ സീറ്റെങ്കിലും ജയിച്ചു ലോക്സഭ ഇലക്ഷനിൽ. 3% അസംബ്ലി സീറ്റോ അല്ലെങ്കിൽ 3 സീറ്റോ 6 മാറി 3% അല്ലെങ്കിൽ 3 സീറ്റോ കിട്ടിയാൽ മതി. ഒരു ലോക്സഭാ സീറ്റ് പെർ 25 സീറ്റ്. 25 എണ്ണത്തിൽ ഒന്നെങ്കിലും ഒരു പാർട്ടി ജയിച്ചെടുത്താൽ ആ ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് കാണാം. 8% ഓഫ് വോട്ട് ഷെയർ. മൊത്തത്തിൽ ഇലക്ഷനിൽ ആരും ജയിച്ചില്ല, പക്ഷേ ഇലക്ഷന്റെ 8% വോട്ടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പാർട്ടി ആവും. അപ്പോൾ ഒരു ക്രൈറ്റീരിയ അല്ല, ദർ ആർ മൾട്ടി ക്രൈറ്റീരിയസ്. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇത് പ്രിലിംസിന് ചോദിക്കാം. ഹൗ ഡസ് എ പാർട്ടി ബിക്കംസ് എ സ്റ്റേറ്റ് പാർട്ടി ആൻഡ് ഹൗ ഡസ് എ പാർട്ടി ബിക്കം എ നാഷണൽ പാർട്ടി? ഹിയർ ഇസ് ഇറ്റ്. ഇതും ഇതേപോലെ തന്നെയാണ്. 6% വോട്ട് കിട്ടണം, മൊത്തം പോൾ ചെയ്തതിന്റെ 4 സീറ്റെങ്കിലും ജയിക്കണം, ലോക്സഭാ സീറ്റ്. 4 or more ലോക്സഭാ സീറ്റെങ്കിലും ജയിക്കാൻ പറ്റണം. അല്ലെങ്കിൽ 2% ലോക്സഭാ സീറ്റ് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി സ്റ്റാറ്റസ്. ഒരു സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് 4 സംസ്ഥാനങ്ങളോ അതിൽ മുകളിലോ ഉള്ള ഒരു ഇത് കിട്ടിയാൽ മാത്രമേ നാഷണൽ പാർട്ടി ആവാൻ പറ്റുള്ളൂ. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഐ നോ ദിസ് ക്യാൻ ബി എ കൺഫ്യൂസിങ് തിങ്. പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആരാണ് സ്റ്റേറ്റ് പാർട്ടി, ആരാണ് നാഷണൽ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് പോസ് ഇറ്റ്, ലേൺ ഇറ്റ് ആൻഡ് ട്രൈ ടു റീകളക്ട് ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ഇങ്ങനത്തെ ക്രൈറ്റീരിയസിലാണ് ഇതിങ്ങനെ വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് നമുക്ക് നോക്കേണ്ടത് എന്താണ് CRVC എന്ന് പറയുന്നത്. അത് സിവിൽ രജിസ്ട്രേഷൻ ആൻഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ബാങ്കോക്ക് കമ്മിറ്റ്മെന്റ് ആണ്. എസ്കാപ്പ് എന്നൊരു സംഭവം യുണൈറ്റഡ് നേഷൻസിന് ഇവിടെ കണ്ടിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് എസ്കാപ്പ്? എസ്കാപ്പ് എന്ന് പറയുന്ന ഏജൻസി എന്താണ്? ഇതിൽ വേറൊന്നും പറയുന്നില്ല. ലോകത്ത് നടക്കുന്ന ബർത്ത് ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും മാരേജ്, ഡിവേഴ്സ്, ഇതേപോലത്തെ രജിസ്ട്രേഷൻസ് എല്ലാം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യണം. അത് വേൾഡ് ഓവർ തന്നെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് ഈ രജിസ്ട്രേഷൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. പലപ്പോഴും രജിസ്ട്രേഷൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ വീക്ക് ആവാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഏജൻസിയും കൂടെ നമുക്കിവിടെ നോക്കണം. വാട്ട് ഈസ് എസ്കാപ്പ്? ഇതൊക്കെയാണ് നമുക്കിവിടെ. ദിസ് ഇസ് ദ സ്റ്റോറി പാർട്ട്. സോ ഏഷ്യ പസഫിക് ആണ്. മൊത്തം വേൾഡിനെ കുറിച്ച് പറയുന്നില്ല. ഇറ്റ് ഇസ് ഏഷ്യ ആൻഡ് പസഫിക് ടുഗെദർ. അങ്ങനെ ഏഷ്യ പസഫിക് എന്ന് വിളിക്കുന്നത്. ഇത് ബാങ്കോക്കിൽ വെച്ച് നടന്നൊരു പ്രോഗ്രാമിലാണ്. യൂണിവേഴ്സൽ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ വേണം 2030. പ്രിലിംസിൽ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. 2030 വി ആർ എയിമിംഗ് ഫോർ എ യൂണിവേഴ്സൽ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. സോ കൈൻഡ്ലി റിമെമ്പർ ദാറ്റ് കോൺസെപ്റ്റ്. എന്താണ് CRVC എന്ന് പറഞ്ഞാൽ? സിവിൽ രജിസ്ട്രേഷൻ ആൻഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് ബർത്ത്, ഡെത്ത്, മാരേജ്, ഡിവേഴ്സ്, ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് സിസ്റ്റമാണ്. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് CRVS എന്ന് പറയുന്നത്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് UNESCAP എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് എന്നുള്ള വാക്ക് പ്രത്യേകം ഇതിനകത്ത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര് CRVS. ആരാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു നീഡ് ടു ഗെറ്റ് എൻ ഐഡിയ. എസ്കാപ്പ് ആണ് ഇത് ചെയ്യുന്നത്.
സോ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി എന്താണ് എസ്കാപ്പ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എസ്കാപ്പ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് നമ്മൾ പേര് കണ്ടു കഴിഞ്ഞാൽ ഏഷ്യ പസഫിക്കിന് വേണ്ടിയുള്ള ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ എന്ന വാക്ക് അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയും കൂടെ ജസ്റ്റ് ഒരു മിനിമം ബ്രീഫും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് വേൾഡ് ബാങ്ക് പോലെ ലോൺ കൊടുക്കുന്ന ഒരു ഏജൻസി അല്ല. ഇത് വേണമെങ്കിൽ പ്രിലിംസിനൊക്കെ ചോദിക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് ലോൺസ്. നോ, എസ്കാപ്പ് ഡസ് നോട്ട് ഗിവ് എനി ലോൺസ്. ഇതൊരു അഡ്വൈസറി റിസർച്ച് ഡേറ്റ കോർഡിനേഷൻ സെന്റർ ആണ് എസ്കാപ്പ് എന്ന് പറയുന്നത്. എക്കണോമിയെ സഹായിക്കുക, പോവർട്ടി ഇല്ലാതാക്കുക, കണക്ടിവിറ്റി ഇതൊക്കെ ബെറ്റർ ആക്കുക, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി വർക്ക് ചെയ്യുക. പക്ഷേ വേൾഡ് ബാങ്ക് പോലെ അങ്ങനെ ലോൺ കൊടുക്കുന്ന ഒരു ഏജൻസി അല്ല എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ഏഷ്യ പസഫിക് എന്നുള്ളത് വളരെ പ്രത്യേകം ഓർക്കുക. 1947 ഓർക്കുക, എളുപ്പമാണ്, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കിട്ടിയതാണ്. തായ്ലൻഡിലാണ്, ബാങ്കോക്കിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. 53ഓളം മെമ്പേഴ്സ് ഉണ്ട്, 9 അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ഈസി റിമെമ്പർ ബിക്കോസ് എസ്കാപ്പ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് ചോദിക്കാറുണ്ട്. ദാറ്റ്സ് വൈ അപ്ഗ്രേഡ്. എന്തുകൊണ്ടാണ് CRVS ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ്, UN SDG വൈസ് എന്ത് നോക്കിയാലും ഇമ്പോർട്ടൻ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് എന്തുമുണ്ടെങ്കിലും നമ്മൾ SDG 1 ഇന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ SDG ടാർഗറ്റ് 16.9 ലീഗൽ ഐഡന്റിറ്റി, ബർത്ത് രജിസ്ട്രേഷൻ എല്ലാവർക്കും വേണമെന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ CRVC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരെയും കവർ ചെയ്യണം. ഓർഫൻസ്, സിംഗിൾ പാരന്റ് ചിൽഡ്രൻ, സറോഗേറ്റ് ചെയ്ത കുട്ടികൾ, മാർജിനലൈസ് കമ്മ്യൂണിറ്റി. ഏറ്റവും കൂടുതൽ മൈഗ്രൻസ്, എത്നിക് മൈനോറിറ്റി ഒന്നും ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നതേ ഇല്ല. പ്രത്യേകിച്ച് മ്യാൻമാർ, പാകിസ്ഥാൻ, നേപ്പാൾ പോലത്തുള്ള രാജ്യങ്ങളിൽ ഈ CRVS വളരെ വളരെ കുറവാണ്. നമുക്ക് ഡേറ്റ ഇല്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് 2030 ആകുമ്പോൾ യു നീഡ് ടു യൂണിവേഴ്സലൈസ് ദിസ് ഡോക്യുമെന്റ്. അതാണ് നമുക്കിതിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം. ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. അതാണ് ഇതിനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് ഇവിടെ വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഹിസ്റ്ററി നിന്നുള്ളൊരു ടോപ്പിക്കാണ്. കാരണം പലപ്പോഴും കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിൽ ഹിസ്റ്ററി വരിക എന്ന് പറയുന്നത് തന്നെ ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഹിസ്റ്ററിയിൽ ഇതേപോലെ വരുന്ന പുതിയ അപ്ഡേഷൻസ് തന്നെയാണ് ഹിസ്റ്ററിയുടെ കറണ്ട് അഫയേഴ്സ്. ഇവിടെ വി ആർ ലുക്കിംഗ് അറ്റ് ഏർലി ഹാരപ്പൻ ബറിയൽ ഡിസ്കവറി. ലഖാപ്പർ ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. 5300 വർഷം പഴക്കമുള്ള ഒരു ഏർലി ഹാരപ്പൻ സെറ്റിൽമെന്റ് ആണ് കച്ച് ഗുജറാത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇൻഡസ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ദർ ആർ മൾട്ടിപ്പിൾ സൈറ്റ്സ് ഫോർ ദിസ്. ഒരുപാട് മൾട്ടിപ്പിൾ സൈറ്റ്സുകൾ ഉണ്ടാവും. ഈ സൈറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഡീകോഡ് ചെയ്ത് ഡെസിഫർ ചെയ്ത് നമ്മൾ കണ്ടെത്തി നമ്മൾ ഡിസ്കവർ ചെയ്തെടുക്കും. അതെല്ലാം കറണ്ട് അഫയേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് വാട്ട് ഇസ് കോൾഡ് ആസ് പ്രഭാസ് പോട്ടറി. നിങ്ങൾ പല ആൾക്കാരും ഇത് കേട്ടിട്ടുണ്ടാവില്ല. പ്രഭാസ് പോട്ടറി എന്ന് പറയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതിനെ വിളിക്കുന്നത്. നമ്മൾ സാധാരണ PGW, NBPW, പെയിന്റഡ് ഗ്രേ വെയർ, ബ്ലാക്ക് ആൻഡ് BRW, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഓഫ് പോട്ടറീസ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. PGW പെയിന്റഡ് ഗ്രേ വെയർ, NBPW നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ്, NBPW ഇതെല്ലാം ഓരോ കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതെല്ലാം പിന്നീടിട്ട പേരുകളാണ്. അതേപോലെ പ്രഭാസ് പോട്ടറി എന്ന് പറയുന്ന ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു പോട്ടറി സ്കെയിൽ തന്നെയാണ്. വി ഹാവ് ടു ലേൺ ദാറ്റ്. ലെറ്റ്സ് ടേക്ക് ദ പോയിന്റ്. 5300 വർഷം സംഭവം കിട്ടി. സൈറ്റ് ഇസ് ഇൻ ലഖാപൂർ വില്ലേജ്, കച്ചിലാണ്. ഏറ്റവും രസം, ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിന്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചോളം. ഇറ്റ്സ് ലെഡ് ബൈ ദ കേരള ടീം. അപ്പോൾ ഈ വില്ലേജ് എവിടെയാണ്? ലൊക്കേറ്റഡ് ക്ലോസ് ടു ജുന ഖാത്തിയ. അതൊരു പഴയ ഹാരപ്പൻ ബറിയൽ സൈറ്റ് ആണ്. ഓൾറെഡി ഏർലി ഹാരപ്പൻ സൈറ്റ് ആണ്. ജുന ഖാത്തിയ എന്ന് പറയുന്ന ഓൾറെഡി ഒരു സ്ഥലം ഉണ്ട് അവിടെ. അതായത് സിന്ധ്, ഹാരപ്പ, സൗരാഷ്ട്ര, പെനിൻസുലർ ഇന്ത്യനൊക്കെ കണക്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്. ജുന ഖാത്തിയ എന്ന് പറഞ്ഞ പഴയ ഒരു സൈറ്റിന്റെ പേരും കൂടെയാണ്. ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ. സോ ഇതിനു മുന്നേ അവിടെ ജുന ഖാത്തിയാണ് കണ്ടുപിടിച്ചത്. 197ഓളം ബറിയൽ സൈറ്റ്, സെമിത്തേരി എല്ലാം, സിമിട്രി ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഹാരപ്പൻ സൈറ്റിൽ. സോ ഇതൊരു ഏർലി ഹാരപ്പൻ സൈറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ പ്രീ പ്രഭാസ് ഓർ പ്രഭാസ് ആർക്കിയോളജി. ഇതൊരു ചാൽക്കോളിത്തിക് കോപ്പർ ഏജിന്റെ സമയത്താണ്. പാലിയോളിത്തിക് ടൈം, നിയോളിത്തിക് ടൈം, പാലിയോളിത്തിക്, മെസോലിത്തിക്, നിയോളിത്തിക്, ചാൽക്കോലിത്തിക് എന്ന് പറയുന്ന ആ ഒരു ഓർഡർ ഓഫ് സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പാലിയോളിത്തിക് പീരീഡ് എന്ന് പ്രീ ഹിസ്റ്റോറിക് ടൈം, ഏർലി, മിഡിൽ, അപ്പർ പാലിയോളിത്തിക് ടൈം, അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ മെസോലിത്തിക് ടൈം എന്ന് പറഞ്ഞു. നിയോളിത്തിക് ടൈം, മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം സ്റ്റാർട്ടഡ് ടു സെറ്റിൽ ഡൗൺ. അതിനുശേഷം മെറ്റൽസ് കണ്ടുപിടിച്ചു തുടങ്ങി. കോപ്പർ, ബ്രോൺസ്, അലോയ്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പിന്നെ അയണും കണ്ടുപിടിച്ചു. ഈ സീക്വൻസ് ഇൻ ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ചാൽക്കോളിത്തിക് ടൈമിൽ വരുന്ന ഒരു സംഭവം പോട്ടറിയാണ് ഇത്. പ്രഭാസ് പത്തൻ എന്ന് പറയുന്ന
അവിടെ അടുത്തുള്ള ഒരു സൈറ്റ് ഉണ്ട് ഗുജറാത്തിൽ. ആ സൈറ്റിൽ ഉള്ള പോട്ടറി ആയതുകൊണ്ടാണ് ഇതിനെ പ്രഭാസ് പോട്ടറി എന്ന് വിളിക്കുന്നത്. സോ വളരെ ഇനി ഒരു ആർക്കിയോളജിസ്റ്റ് പ്രീ പ്രഭാസ് പോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ചാൽക്കോളിത്തിക് പീരിയഡിൽ ഉള്ള സംഭവമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പ്രഭാസ് പോട്ടറി ഇമ്പോർട്ടൻ്റ് ആവുന്ന വെച്ചാൽ നമുക്ക് നിയോലിത്തിക്കിൽ നിന്നും ചാൽക്കോലിത്തിക്കിലേക്ക് എങ്ങനെ വെസ്റ്റേൺ ഇന്ത്യ മാറി, ഗുജറാത്ത് മാറി എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സോ ഇതൊരിക്കലും ഹാരപ്പൻ അല്ല, ഇറ്റ് കോ എക്സിസ്റ്റഡ് വിത്ത് ലേറ്റർ ഹാരപ്പൻ. ഹാരപ്പൻ സമയത്തുള്ള കാര്യമല്ല പറയുന്നത്, പ്രഭാസ് പോട്ടറി അങ്ങനെയല്ല. സോ ആ കാലത്തുള്ളൊരു പോട്ടറി ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ ലഖാപൂറിൽ മനസ്സിലാക്കണം, അത്ര തന്നെ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. And now moving on to the next important thing is Sariska Tiger Reserve. ഇങ്ങനെ UPSC പലപ്പോഴും പ്രിലിംസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഫൈൻഡ് ഔട്ട് എന്താണ് സരിസ്ക, ഇത് എവിടെയാണ്. ഒരു ടൈഗർ റിസർവ് പഠിക്കുമ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ടൈഗർ റിസർവിൽ ഒരു എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ടൈഗർ റിസർവിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്ത് ബൈഫർക്കേറ്റ് ചെയ്ത് ഇവിടെ മൈനിങ്ങിന് കൊടുക്കണം എന്നുള്ളൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്ര ഒരു ടൈഗർ ഒരു റിസർവ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ നമ്മൾ മൈനിങ്ങിന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ ഇത് വളരെ വളരെ മോശമായിട്ട് ബാധിക്കും. സോ ആ ഹാംഫുൾ, അതുകൊണ്ട് ഇത് പ്രൊട്ടസ്റ്റിൽ വന്നതുകൊണ്ടാണ് സരിസ്ക ടൈഗർ റിസർവ് ന്യൂസിൽ വന്നത്. സോ ലെറ്റ്സ് ഡീകോഡ് ദ ബേസിക് സ്റ്റഫ്. എവിടെയാണ്? അറാവലീസിന് അടുത്തുള്ളതാണ് സരിസ്ക എന്ന് പറയുന്നത്, രാജസ്ഥാനിലുള്ളത് തന്നെയാണ്. ഇൻ ദ അറാവലി റീജിയൻ രാജസ്ഥാൻ ഒരു സെമി അറിയഡ് എക്കോസിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ മനസ്സിലായി. വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു 1955. പിന്നീട് 1978 ടൈഗർ റിസർവ് ആയി മാറി. വൺ ഓഫ് ദ ഫസ്റ്റ് 9 ടൈഗർ റിസർവ്സ് അണ്ടർ പ്രൊജക്ട് ടൈഗർ. അപ്പോൾ എന്താണ് പ്രൊജക്ട് ടൈഗറിൽ ആദ്യത്തെ റിസർവ്സിൽ ഒന്നാണ് സരിസ്ക എന്ന് പറയുന്നത്, ഫ്രം രാജസ്ഥാൻ. പ്രിലിംസിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. മരങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അരാവലി അല്ലേ, അപ്പോൾ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസും തോൺ ഫോറസ്റ്റും ആണ്. കാരണം അതൊരു ജോഗ്രഫിക്കലി കണക്ട് ചെയ്യൂ. ഇറ്റ്സ് ആക്ച്വലി ഇൻ രാജസ്ഥാൻ. സോ ഗെറ്റ് ദാറ്റ് ഐഡിയ. ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. അവിടുത്തെ മരങ്ങളെല്ലാം ധോക്ക്, ഖയർ, ബേർ, സലാർ എന്നൊക്കെ ഉള്ള മരങ്ങളുണ്ട്. ടൈഗർ മാത്രമല്ല, ലെപ്പേർഡ് ഉണ്ട്, ഹൈന, ഗോൾഡൻ ജക്കാൾ, സാമ്പാർ, നീൽഗായ്, വൈൽഡ് ബോർ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ സരിസ്കയെ കുറിച്ച് പ്രിലിംസിന് വേണ്ടിയുള്ള സ്ഥിരം ചോദിക്കുന്ന ടെക്നിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോകത്തെ തന്നെ ഫസ്റ്റ് ടൈം ടൈഗേഴ്സ് വെന്റ് എക്സ്റ്റിങ്ക്ട് ഡ്യൂ ടു പോച്ചിങ്. ലോകത്ത് അങ്ങനെ ഇറ്റ് ഹാഡ് സർട്ടൻ എമൗണ്ട്, ഈ റിസർവിനകത്തുള്ള ടൈഗേഴ്സ് ഉണ്ടായിരുന്നു, ഈ ടൈഗേഴ്സ് എല്ലാം എക്സ്റ്റിങ്ക്ട് ആയിപ്പോയി അവിടുത്തെ പോച്ചിങ് കാരണം. സോ ദാറ്റ് ഈസ് എ ബിഗ് എൻവയോൺമെന്റൽ ഡാമേജ്. പിന്നീട് ടൈഗറിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് ബാലൻസ് ചെയ്തെടുത്തു വരും. സോ അതാണ് ലേറ്റർ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ബാലൻസ് ക്രിയേറ്റ് ചെയ്ത വേൾഡ്സ് ഫസ്റ്റ് ടൈഗർ റിസർവ് ആണ് സരിസ്ക. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഏൻഷ്യൻ ടെമ്പിൾ ഉണ്ട്, നീലകന്ത്, പണ്ടുപ്പോൾ ഹനുമാൻ ടെമ്പിൾ. അവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് റൂപ്പറേൽ, കാലിഘാട്ടി എന്നൊക്കെ പറയുന്ന നദികളുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി പ്രൊജക്ട് ടൈഗറിന്റെ ആദ്യത്തെ 9 എണ്ണത്തിൽ വന്നൊരു സംഭവമാണെന്ന് പറയുകയും ചെയ്തു. സോ ഇത് ഈ ബൗണ്ടറീസ് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 50 മൈനുകൾ, മാർബിൾ, ഡോളമൈറ്റ്, ലൈം സ്റ്റോൺ, മസോണിക് സ്റ്റോൺ, ഈ മൈനുകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടുത്തെ ഫ്രജൈൽ എക്കോസിസ്റ്റം വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എഫക്റ്റഡ്. കണ്ടോ, അവിടുത്തെ കോർ ആൻഡ് ബഫർ ഏരിയ കുറയും, ഹ്യൂമൻ ഡിസ്റ്റർബൻസ് കൂടും, ടൈഗറിന്റെ ഹാബിറ്റാറ്റ് പോവും, ഡസ്റ്റ് പൊല്യൂഷൻ വരും, ഗ്രൗണ്ട് വാട്ടർ ഓൾറെഡി സ്ട്രെസ്സിലാണ്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വരും. അതുകൊണ്ട് അത് പ്രൊട്ടസ്റ്റിൽ വന്നതുകൊണ്ടാണ് സരിസ്ക ടൈഗർ റിസർവ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഇറ്റ്. പ്രിലിംസിന് ആവശ്യമുള്ള മെയിൻ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി സിലിക്ക ജെൽ ഡെസിക്കൻറ്റ്. ഇത് നമ്മളൊരു ബാഗ് വാങ്ങിച്ചാലും ഒരു പുതിയ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ സിലിക്ക പാക്കറ്റ് ജെല്ല് ഇങ്ങനെ കിട്ടാറുണ്ട്. പൂനെയിലെ ഒരു കമ്പനിയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്, മനീഷ് ജെയിൻ എന്ന് പറഞ്ഞ ഒരാളുടെ കമ്പനി, വിച്ച് ക്രിയേറ്റഡ് മോർ ദാൻ 200 crores ഓഫ് അസറ്റ് വർത്ത് ബൈ സിംപ്ലി സെല്ലിംഗ് ഈ സിലിക്ക ജെൽ. ഇത് അത്ര വലിയ സംഭവമാണ്. നമ്മളിത് സാധാരണ എടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കിയിട്ട് എടുത്ത് കളയാറാണ് പതിവ്. എന്താണ് സിലിക്ക ജെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ടാവും. സോ സിലിക്കയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റ് ബേസിക്കലി ഇതിനകത്ത് സിലിക്ക ഉണ്ടാവും. ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ബിക്കോസ് മോയ്സ്ചർ അബ്സോർബൻ്റ് ആണ്. നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നതിനെക്കാട്ടും വളരെ മൈന്യൂട്ട് ആണ്. ഇറ്റ് ക്യാൻ അബ്സോർബ് എ ലോട്ട് ഓഫ് വാട്ടർ റിലേറ്റഡ്, അല്ലെങ്കിൽ മോയ്സ്ചർ എന്ന് പറയുന്ന രീതിയിൽ ഇതിന് മോയ്സ്ചർ, സറൗണ്ടിങ് മോയ്സ്ചർ, എയർ, ഇത് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറും. ഫുൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം പിങ്ക് ഇൻ കളർ. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ സ്റ്റോറി. നൗ ലെറ്റ്സ് ഗെറ്റ് ടു ദ പോയിന്റ്. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യു ക്യാൻ ജസ്റ്റ് പ്രസ് ഇറ്റ്, യു ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി സ്മോൾ. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നതിനെക്കാട്ടും ഇറ്റ് ഈസ് വെരി വെരി മിനിസ്ക്യൂൾ. അപ്പോൾ ഇതാണ് സിലിക്ക ജെൽ ഡെസിക്കൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡെസിക്കൻറ്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ. കോമൺലി സീൻ ആസ് ഒരു വൈറ്റ് ബീഡ്സ് ആണ് സാഷയിൽ.
ഡു നോട്ട് ഈറ്റ് എന്ന് പറയുന്ന കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും കണ്ടെടുത്ത് കഴിക്കാൻ തോന്നും. ഡു നോട്ട് ഈറ്റ് എന്ന ലേബിളിൽ വരുന്ന സംഭവമാണ് ഇത്. ഡ്രൈ ആയിട്ട് സംഭവം കാര്യങ്ങളെ കീപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് മോയ്സ്ചർ ഡാമേജ്, മോൾഡ് ഗ്രോത്ത്, റസ്റ്റ്, സ്പോയിലേജ്, ഡീഗ്രഡേഷൻ ഇതെല്ലാം തടയാൻ വേണ്ടിയാണ് ഇതിനകത്ത് പെട്ടിക്കകത്തൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത് ഇടുന്നത്. മോയ്സ്ചർ വലിച്ചെടുക്കും. ഈ മോൾഡ് ഗ്രോത്ത്, ഫംഗസ് സംഭവങ്ങളൊന്നും വരില്ല. അതാണ് സിലിക്ക ജെൽ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. ബേസിക് എന്ന് പറയുന്നത് സാൻഡും ക്വാർട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് ചില സമയത്ത് കൊബാൾട്ട് ക്ലോറൈഡും കൂടെ ആഡ് ചെയ്യും. മോയ്സ്ചർ ഇൻഡിക്കേറ്റർ ആണ്, വിച്ച് ഇസ് വെരി ടോക്സിക്. കൊബാൾട്ട് ക്ലോറൈഡും ആഡ് ചെയ്യും മോയ്സ്ചർ ഇൻഡിക്കേറ്ററിന് വേണ്ടി. ആൻഡ് പ്രധാനപ്പെട്ട മറ്റു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് ടൈനി പോർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐ. മോയ്സ്ചർ അട്രാക്ട് ഇസ് ഹൈഡ്രോഫിലിക്. ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് അട്രാക്ട്സ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദി എയർ. മോയ്സ്ചർ പിടിച്ചെടുക്കും. ആൻഡ് വാട്ടർ വേപ്പേഴ്സ് ഇത് ട്രാപ്പ് ചെയ്യും. ഇത് കണ്ടോ, 1 ഗ്രാം സിലിക്ക ജെല്ലിൽ ഏകദേശം 700 സ്ക്വയർ മീറ്റർ വരെ പറ്റും. അത്രയും അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ളതാണ് ഈ സിലിക്ക ജെൽ ഡെസിക്കറ്റ് എന്ന് പറയുന്നത്. റിമെമ്പർ, സോ മോയ്സ്ചർ അബ്സോർബിംഗ് ആണ്, നോൺ ടോക്സിക് ബേസ് ആണ്, കെമിക്കലി ഇനേർട്ട് ആണ്. ഇതൊക്കെയാണ് പ്രിലിംസിന് ചോദിക്കുന്ന ഏരിയാസ്. സിലിക്ക ജെൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് സിലിക്ക ജെൽ? ഇറ്റ് ഇസ് കെമിക്കലി ഇനേർട്ട്. ഇത് മറ്റ് അതുകൊണ്ടാണല്ലോ അത് ഇടുന്നത്. അത് റിയാക്ട് ചെയ്യില്ല. കളർ ബ്ലൂ, അബ്സോർബ് ചെയ്താൽ ഇതാണ്. ഇറ്റ് ക്യാൻ ബി റീയൂസബിൾ. പ്രിലിംസിന് ചോദിക്കാൻ വേറെ പോയിന്റ് ഒന്നുമില്ല. ഇറ്റ് ബിക്കംസ് പിങ്ക് ആഫ്റ്റർ അബ്സോർപ്ഷൻ. ഇറ്റ് ഇസ് കെമിക്കലി ഇനേർട്ട്. എല്ലാം ട്രൂ ആണ്. ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. 0% ഇതാണ് ആ കളർ വരുന്നത്. 50%, 100% അബ്സോർപ്ഷൻ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് പിങ്ക് കളർ. ഇത് ഒരു അവനിൽ 115-125 ഡിഗ്രി സെൽഷ്യസിൽ ചെറുതായിട്ട് ഹീറ്റ് ചെയ്താൽ ഈ മോയ്സ്ചർ പോയി പിന്നീട് മൾട്ടിപ്പിൾ പ്രാവശ്യം റീയൂസബിൾ ആണ്. സോ റീയൂസബിൾ ആണെന്ന് ചോദിച്ചാൽ യെസ്. ഇതാണ് സിലിക്ക ജെല്ല്. ഇത് ന്യൂസിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്. അടുത്ത വളരെ ക്വിക്ക് ആയിട്ടൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ദി എം ഹിൽസ് ടൈഗർ കില്ലിംഗ് കേസ്. കർണാടകയിൽ ടൈഗർ കിൽ ചോപ്ഡ് ആൻഡ് ബറീഡ്. വളരെ ടൈഗറൊക്കെ വളരെ നമ്മൾ കൺസേർവ് ചെയ്യുമ്പോൾ 12 വയസ്സുള്ള ഒരു മെയിൽ ടൈഗർ വാസ് ബ്രൂട്ടലി ഹണ്ടഡ്, ഡിസ്മെമ്പേർഡ്. അത് സാങ്ച്വറിയിൽ കുഴിച്ചിട്ടു, ചോപ്പ് ചെയ്ത്. അത് അങ്ങനെ വളരെ, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയാൽ മതി. 5 ടൈഗേഴ്സ് വെർ ഫൗണ്ട് ഡെഡ്. ഇൻസിഡന്റ് ഇവിടെയാണ്, കർണാടകയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മലൈ മഹേദേശ്വര ഹിൽ എന്ന് പറയുന്നത്. പോയ്സണിങ് കൊണ്ട് ചെയ്തിട്ട് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ടൈഗറിനെ ഇങ്ങനെ. നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മെയിൻസിനൊക്കെ ആൻസർ ചെയ്താൽ യു ക്യാൻ ഈവൻ മെൻഷൻ ദർ ഇസ് എ കർണാടക. ഇൻ കർണാടക ഇൻ ദി ഹിൽസ് ടൈഗേഴ്സ് വർ ബ്രൂട്ടലി കിൽഡ്. സോ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കാണിക്കാനും നിങ്ങൾക്ക് എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കർണാടകയിലാണ്. ഇറ്റ്സ് ഇൻ ദ ഈസ്റ്റേൺ ഗാട്സ് ട്രൈ ജംഗ്ഷൻ. ഈസ്റ്റേൺ ഗാട്സിന്റെ ട്രൈ ജംഗ്ഷൻ ആണ് കേരള, കർണാടക, തമിഴ്നാടുവിൽ. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് 2-3 ഹിൽ ഇതും കൂടെ നമുക്ക് നോക്കാം. ഇതൊരു ടൈഗർ റിസർവ് അല്ല. ഇറ്റ്സ് എ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ടൈഗർ റിസർവ്. മഹേദേശ്വര ഹിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്, ടൈഗർ റിസർവ് ആയിട്ട് മാറ്റിയിട്ടില്ല. ഓർക്കേണ്ടത് വളരെ പ്രധാനമായിട്ടും ദിസ് ഇസ് കണ്ടിഗ്വേസ് വിത്ത് 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഒരുമിച്ച് നമ്മൾ പറയില്ല, ഇത് ഒരുമിച്ച് ഒരു ഇതുപോലെ കണക്റ്റഡ് ചെയ്ത അതിലൊന്ന് BRT, സത്യമംഗലം, കാവേരി. ഇതിൽ BRT നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വാട്ട് ഇസ് BRT ടൈഗർ റിസർവ്? ഇതും കർണാടകയിലെയാണ്. ഇറ്റ് ഇസ് ബില്ലിഗിരി രംഗസ്വാമി ടെമ്പിൾ ടൈഗർ റിസർവ്. സോ നാളെ എവിടെയെങ്കിലും പ്രിലിംസിന് നമ്മളിങ്ങനെ ഒരു BRT ടൈഗർ റിസർവ്, സത്യമംഗലം, കാവേരി, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് ടൈം വെൻ യു ഹാപ്പൻ ടു സീ BRT ടൈഗർ റിസർവ്, മേക്ക് ഷുവർ ഇറ്റ് ഇസ് ഇൻ കർണാടക. ബില്ലിഗിരി രംഗസ്വാമി ടൈഗർ റിസർവ് ആണ് ഇതിൽ നമ്മൾ പറയുന്നത്. സോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. Now let's go on to the NDC cooling guidelines 2025. ഇതും എസ്കാപ്പിന്റെ താഴെ വരുന്നുണ്ട്. പാസീവ് കൂളിംഗ്. അപ്പൊ എന്താണ് ഈ NDC എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി അറിയുന്നുണ്ടാവുമ്പോൾ കൂളിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. കാരണം ഹീറ്റ് എന്ന് പറയുന്ന സമയം, നല്ലൊരു ഹീറ്റ് ഉള്ള ദിവസം, നമ്മൾ കൂളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭയങ്കര ചൂടാണ്, നല്ല ഹീറ്റ് ഉള്ള ദിവസം. എല്ലാ സാധാരണ കുട്ടികൾ തൊട്ട് വയസ്സായ ആൾക്കാർക്ക് എല്ലാവർക്കും ഹീറ്റ് വന്നാൽ കൂൾ ചെയ്യണ്ടേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ മാക്സിമം AC ഉപയോഗിക്കും, ഫാൻ ഉപയോഗിക്കും, ഫ്രിഡ്ജ് ഉപയോഗിക്കും. തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി, തണുത്തതൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ സമയത്ത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ AC ഇടുന്നു, ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നു, ഇതൊക്കെ പറഞ്ഞാലും ദിസ് ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു എമിഷൻസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ദിസ് ഈസ് കൂളിംഗ് എമിഷൻ. എന്തായാലും കാർബൺ എമിഷൻ. ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നു, AC ഉപയോഗിക്കുന്നു, അപ്പോഴും ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇടുമ്പോൾ പുറത്ത് ഇതിന്റെ യൂണിറ്റും കാര്യങ്ങളും ഇത് ചൂടല്ലേ, ദിസ് ഈസ് എമിറ്റിംഗ്. അപ്പൊ കൂളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കൂളിംഗ് തരുന്ന സമയത്ത് ഇറ്റ് ഇസ് എമിറ്റിംഗ് ഔട്ട്. അങ്ങനെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദർ ഇസ് എമിഷൻ, ഇറ്റ് ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു എമിഷൻ. അപ്പൊ കൂളിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന് കൂളിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും AC ഉപയോഗിക്കുമ്പോഴും ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോഴും ഒരു തരത്തിൽ
ഇപ്പോൾ കിഗാലി അമെൻമെൻറ്റ്, കിഗാലി എന്ന് പറയുന്ന ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, ഇതെല്ലാം ഒരുപാട് തണുപ്പിക്കാൻ വേണ്ടിയും ഒരു എമിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫ്രിഡ്ജ് ആണെങ്കിലും AC ആണെങ്കിലും അതിനുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ കൂളിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ. തണുപ്പിക്കാൻ വേണ്ടിയുള്ള അതിൽ നിന്നും ഉണ്ടാവുന്ന എമിഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, UNEP ആണ് NDC കൂളിംഗ് ഗൈഡ് ലൈൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങൊക്കെ പ്രിലിംസിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ UNEPയുടെ ആണ് കൂളിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ രാജ്യങ്ങൾ അവരവരുടെ NDCയിൽ ഇതും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ NDC? ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. അത് ബാക്കി തന്നെ ഉണ്ട്. ഇപ്പോൾ X എന്ന് പറഞ്ഞൊരു രാജ്യം പറയാണ്, ഞങ്ങളും ക്ലൈമറ്റ് കമ്മിറ്റഡ് ആണ്. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ പല കമ്മിറ്റ്മെന്റ്സ് നടത്തുമ്പോൾ സിമ്പിളായിട്ട് ഞങ്ങളൊരു രാജ്യമാണ് X, ഞങ്ങൾക്കും ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഞങ്ങളും കമ്മിറ്റഡ് ആണ്, ഞങ്ങളും പ്രോമിസ് ചെയ്യുന്നു ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു സർട്ടൺ തിങ്സ്. ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഞങ്ങളൊരു ലിസ്റ്റ് പറയും, ഇത് ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് ഒരു രാജ്യം പ്രോമിസ് ചെയ്യുമ്പോൾ എന്ന് ആ രാജ്യം ഡെലിവർ ചെയ്യുന്നതിനെയാണ് NDC, നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ, നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. NDC ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ത്യക്കും ഇന്ത്യയുടെ NDC ഉണ്ട്, ഓരോ രാജ്യത്തിനും അവരവരുടെ NDC ഉണ്ട്. അവരവരുടെ ഈ കൂളിംഗ് ഗൈഡ് ലൈൻസിൽ ഇങ്ങനെ കൂളിംഗിൽ നിന്നുണ്ടാവുന്ന എമിഷൻ കൺട്രോൾ ചെയ്യാനും നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. ചിൽഡ്രൻ കാൺ സ്റ്റഡി. നല്ല ചൂടുള്ള ദിവസത്തിൽ ഹോസ്പിറ്റൽസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വയസ്സായ ആൾക്കാർക്ക് പറ്റുന്നില്ല, എല്ലാവരും ഫാൻ AC ഓൺ ചെയ്യുന്നു, ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് ഹൈ ആയി. ഇലക്ട്രിസിറ്റി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും കോൾ പ്ലാന്റ് ബേൺ ചെയ്യേണ്ടി വരും, അത് കാർബൺ എമിഷൻസിലേക്ക് നയിക്കും. അപ്പോൾ കൂളിംഗ് ഇസ് സേവിങ് ലൈഫ്സ് ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഹീറ്റിംഗ് അപ്പ് ദ പ്ലാനറ്റ്. ഇതാണ് കൂളിംഗ് ഗൈഡ് ലൈൻസിൻ്റെ മെയിൻ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് വേവ്സ് വരുന്നു, എല്ലാവരും AC ഇതൊക്കെ ഉപയോഗിക്കുന്നു, അവരവരുടെ രാജ്യങ്ങൾ അവരവരുടെ NDCയിൽ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്നതാണ് കൂളിംഗ് ഗൈഡ് ലൈൻസിൻ്റെ ബേസിക് പ്രമൈസ് എന്ന് പറയുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ കൂളിംഗ് കൊണ്ടുവരണം എന്നാണ് NDCയിൽ. പിന്നെ 60% 2050 ആകുമ്പോഴേക്കെങ്കിലും 60% ഇത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻസ് കാണാൻ പറ്റണം. സോ വി നീഡ് ടു സ്ട്രെങ്തൻ ദി MRV സിസ്റ്റം. ഈ MRV എന്ന് പറയുന്ന സംഭവം ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, വെരിഫിക്കേഷൻ ഇൻ അലൈൻമെന്റ് വിത്ത് കിഗാലി അമെൻമെന്റ്. ഹൈഡ്രോഫ്ലൂറോ കാർബൺസിന്റെ ഇതിനു വേണ്ടിയുള്ള ഒരു അമെൻമെന്റ് ആണ് കിഗാലി അമെൻമെന്റ്. ഗ്ലോബൽ കൂളിംഗ് പ്ലെഡ്ജ്, ഇങ്ങനെയൊക്കെയുണ്ട്. കിഗാലിയുടെ അമെൻമെന്റ് വേണം, കൂളിംഗ് പ്ലെഡ്ജ് വേണം, നമ്മൾ 2050 വരെയെങ്കിലും കൊണ്ടുവരണം. അപ്പോൾ എന്താണ് NDC എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് NDC ഗൈഡ് ലൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7% ഓഫ് ഗ്ലോബൽ എമിഷൻസ് ടുഡേ കൂളിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ലോകത്തെ ടോട്ടൽ എമിഷൻ്റെ മൊത്തം 7% ഇസ് കൂളിംഗ് ആണ്. ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ 10% മാറും. അത് വലിയൊരു പ്രശ്നമായി മാറാൻ ചാൻസ് ഉണ്ട്. സോ നോ ദിസ് കോൺസെപ്റ്റ് ക്ലിയർലി. ഇനി പ്രധാനപ്പെട്ട അടുത്ത നമ്മൾ എൻഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സീറോ ഡോസ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. വാക്സിനേറ്റിംഗ് ഇന്ത്യ ഓൺ സീറോ ഡോസ് ചിൽഡ്രൻ. 8 countries contain the most സീറോ ഡോസ് ചിൽഡ്രൻ. എന്താണ് ഈ സീറോ ഡോസ് ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് പത്രത്തിൽ വന്നിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു രാജ്യം എടുക്കുക, ടേക്ക് ദ കൺട്രി X. ഒരു രാജ്യത്തിൽ ഇവിടെ കുറേ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, ദർ ആർ ലോട്ട് ഓഫ് ചിൽഡ്രൻ. ഇതിൽ കുറേ കുട്ടികൾ, ഇതിനകത്തൊരു കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഒരു കുട്ടി അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികളിൽ ഇവർക്ക് ജീവിതത്തിൽ അവരുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ പോലും ഒരു വാക്സിനും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നവരാണ് സീറോ ഡോസ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും നമ്മൾ വാക്സിൻ കൊടുക്കുന്നു പറയുന്ന പോലെ ഇന്ത്യ പോലത്തെ വലിയ രാജ്യത്തിൽ ദർ ആർ ചിൽഡ്രൻ who have never received any dose of vaccine ever in their lifetime. That means they stay outside the umbrella. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന വാക്സിനേഷൻ അംബ്രല്ലയുടെ പുറത്ത് നിൽക്കുന്ന കുട്ടികളാണ്. ഇന്ത്യയും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. സോ who have not received any routine childhood vaccine ever in their side, they are completely left out from the immunization system. ഓർത്തു വയ്ക്കുക. ആൻഡ് ഇന്ത്യ റാങ്ക്ഡ് സെക്കൻഡ് ഗ്ലോബലി. നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിന് ശേഷം ഇന്ത്യ 2ാമതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇന്ത്യ വാക്സിനേഷനിൽ മോശമല്ല എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇന്ത്യ 1.4 million സീറോ ഡോസ് ചിൽഡ്രൻ, ഇത്രയും കുട്ടികൾ സീറോ ഡോസ് ചിൽഡ്രൻ ആണ്. നൈജീരിയയിൽ 2.5 million, ഏതാണ്ട് 25 ലക്ഷം കുട്ടികളുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 14 ലക്ഷം കുട്ടികൾക്ക് വാക്സിൻ ഇല്ല. 8 രാജ്യങ്ങളുണ്ട്, 50% സീറോ ഡോസ് ചിൽഡ്രൻ ആണ്. ഇതിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ വരുന്നതെന്ന് അറിയുമോ? വെരി ക്വിക്ക് ഫാക്ട്, വൈ ഇന്ത്യ ആസ് ദർ. മറ്റ് രാജ്യങ്ങൾ പോലെ ഇപ്പോൾ നൈജീരിയയും മറ്റ് രാജ്യങ്ങൾ കോങ്കോ പോലെ കമ്പയർ ചെയ്യാണ്ട് ഇന്ത്യയുടെ വാക്സിനേഷൻ നല്ലതാണ്. പക്ഷേ
ഇന്ത്യസ് പോപ്പുലേഷൻ കൊഹോട്ട്, ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് വെരി ഹൈ. വലിയ പോപ്പുലേഷനുള്ള രാജ്യത്തിൽ കുറച്ച് കുട്ടികൾ വിട്ടുപോയാൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി പറയുമ്പോൾ അത് വലിയ നമ്പറായി വരും. ഇപ്പോൾ 150 കോടി ജനത്തിൽ വലിയൊരു കുറച്ച് പേർക്ക് കിട്ടില്ല എന്ന് പറയുമ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കലി പറയുമ്പോൾ ഒരു എമൗണ്ട് വരും. ഇപ്പം മറ്റ് ആകെ 10 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷമുള്ള രാജ്യത്തിൽ ഇത്ര കുട്ടികൾക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. സോ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഹൈ ആയതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഇന്ത്യ ഹാസ് ദ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. നമുക്ക് ഏകദേശം 12 വാക്സിൻസ് ഉണ്ട് പ്രിവെൻറ്റബിൾ ഡിസീസസിനെതിരെ. ഇന്ത്യ ഹാസ് ദ UIP. പ്രിലിംസിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വി കവർ 12 പ്രിവെൻറ്റബിൾ ഡിസീസസ്. വിച്ച് ആർ ദി അതർ കൺട്രി? NIE, DRPIB, എത്യോപ്യ, കോങ്കോ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ബ്രസീൽ. ഇതിൽ അത്യാവശ്യം ഇന്ത്യ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് രാജ്യം എന്ന് പറയുന്നത്. ഫിലിപ്പീൻസ്, ബ്രസീലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇസ് എ ബിഗ് ഫാക്ടർ. സോ ബർത്ത് കൊഹോട്ട്, ഇന്ത്യസ് ഹൈ നമ്പർ ഓഫ് ബർത്ത്, ഈവൻ എ സ്മോൾ പെർസെൻറ്റേജ് ഗ്യാപ് ട്രാൻസ്ലേറ്റഡ് ടു അബ്സല്യൂട്ട് നമ്പേഴ്സ്. സോ നോട്ട് നെസസറിലി വേഴ്സ് പെർഫോമൻസ് റേറ്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട കുട്ടികളെന്ന് പറഞ്ഞാൽ അർബൻ സ്ലംസ്, മൈഗ്രന്റ് ഫാമിലീസ്, റിമോട്ട് ട്രൈബൽ ഏരിയാസ്, ഇവരെല്ലാം എൻറ്റയർലി ഗ്രൂപ്പ് മിസ്സിംഗ് ആണ്. പിന്നെ കോവിഡ് സമയത്ത് ആൾക്കാർ കൂടുതലും കോവിഡ് വാക്സിൻസിൻ്റെ ഒരു പുറകെ പോയതുകൊണ്ട് തന്നെ കുട്ടികളുടെ വാക്സിനേഷൻ്റെ ഒരു ഫോക്കസ് എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് ഇവർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ദ മെയിൻ 0 ഡോസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. വി ഹവ് ഡൺ ദ ഫസ്റ്റ് സെഷൻ. അപ്പോൾ ഈ സ്പീഡിലായിരിക്കും നമ്മൾ ഇനിയുള്ള സെഷൻസ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ എൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്പീഡ് കൂട്ടി കാണാവുന്നതാണ്. യു ക്യാൻ ആക്ച്വലി വാച്ച് ഇറ്റ്. യു ക്യാൻ ഇൻക്രീസ് ദി സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാവുന്നതാണ്. സോ യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. ആൻഡ് നിങ്ങൾക്ക് ബാക്കിയുള്ള സെഷൻ ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സെഷൻ കണ്ടിന്യൂ ചെയ്യും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ബാക്കി നോട്ട്സും കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.